മലപ്പുറം എന്നാൽ UDF എന്നാണ് ആപ്തവാക്യം. മലപ്പുറത്തെ ഐക്യമുന്നണിയുടെ ശക്തി എന്നാൽ അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിന്റെ കരുത്താണ്. സ്വാതന്ത്ര്യാനന്തരം മുസ്ലിം ലീഗിനെ ചത്ത കുതിരയെന്ന് വിളിച്ച് അകറ്റി നിർത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. ആദ്യ 2 തെരഞ്ഞെടുപ്പിൽ ആരുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്കായിരുന്നു ലീഗ്. 1967 മുസ്ലിം ലീഗിനെ ആദ്യമായി മുന്നണിയിലെടുത്ത EMS ആണ് ചരിത്രം മാറ്റിയത്. മലപ്പുറം ജില്ലയും ആ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ വന്നു. അതേ EMSനോട് കലഹിച്ച് പുറത്തുപോയ ലീഗിനെ പിന്നീട് K കരുണാകരൻ ഒപ്പം കൂട്ടി. പിന്നെ ഒരിക്കലും UDF വിട്ട് മുസ്ലിം ലീഗ് പോയിട്ടില്ല. മുസ്ലിം ലീഗിന്റെ കരുത്ത് ഏറ്റവും അറിയുന്ന സമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. 2010 തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF തരംഗമുണ്ടായപ്പോൾ മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ സർവാധിപത്യമാണ് കണ്ടത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ആകെയുള്ളത് 32 ഡിവിഷനുകൾ. അതിൽ 30ഉം UDFന്, LDFന് ആകെ കിട്ടിയത് 2 സീറ്റ് മാത്രം. 15 ബ്ലോക്ക് പഞ്ചായത്താണ് മലപ്പുറത്തുള്ളത്. അതിലെല്ലാം കൂടി ചേർന്ന് 152 ഡിവിഷനുകൾ. അതിൽ 137ഉം ജയിച്ചത് UDF. LDFന് ആകെ കിട്ടിയത് 12 ഡിവിഷനുകളാണ്. അതിൽ 8 പൊന്നാനി ബ്ലോക്കിൽ നിന്നാണ്. പഞ്ചായത്തുകളിൽ 87ഉം ഭരണം കിട്ടിയതും UDFന്. 2015 സ്ഥിതി അല്പം മാറി. 59 എണ്ണത്തിൽ മാത്രമായി UDF ഭരണം. LDF 29 പഞ്ചായത്തുകൾ പിടിച്ചു. 6 തൂക്ക് സമിതികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 LDFന് ഭരണം കിട്ടി. 13 അപ്പോഴും UDF തന്നെ. ജില്ലാ പഞ്ചായത്തിൽ 32ൽ 27 ജയിച്ചാണ് UDF അധികാരത്തിലെത്തിയത്. 2020 മുസ്ലിം ലീഗ് വീണ്ടും ശക്തി ആർജിക്കുന്നതാണ് മലപ്പുറത്ത് കണ്ടത്. ഭരണം കിട്ടിയ പഞ്ചായത്തുകളുടെ എണ്ണം 59ൽ നിന്ന് 67ആയി. LDF ജയം 29ൽ നിന്ന് 18ആയി കുറഞ്ഞു. 9 തൂക്കുസമിതികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 UDFും 3 LDFും. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 32 ഡിവിഷനിൽ 27ഉം കഴിഞ്ഞ തവണ UDFന് തന്നെയായിരുന്നു. മലപ്പുറത്ത് UDF എന്നാൽ നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. ബഹുഭൂരിപക്ഷം വാർഡുകളിലും മത്സരിക്കുന്നതും ജയിക്കുന്നതും ലീഗ് തന്നെയാണ്.